ആൻഡ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ 4a ആൻഡ് 4a പ്രോന്റെ വീഡിയോ ഉടൻ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്തായിരിക്കും ഒരു 90% വീഡിയോസ് എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്ന വീഡിയോസ് എല്ലാം ഈ ഒരു ഫോണിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഒന്ന് എൻ്റെ ക്യാമറ പോയി ഗൈസ്. അതുപോലെ തന്നെയാണ് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു ഫോണിൽ തന്നെ ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യമേ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന റെഡ് ഇൻഡിക്കേറ്റർ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലേന്നൊന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഫോൺ ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ പോയി നോക്കാതെ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ആണോ അല്ലേന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ബട്ട് ഇവിടെ ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ്. ആൻഡ് ഈ ഒരു നത്തിങ് ഫോണിന്റെ ലൈറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ബാക്കിയുള്ള ലൈറ്റും അത്യാവശ്യം അടിപൊളിയാണ്. ഈ ഒരു ലൈറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ എനിക്ക് നേരത്തെ ഉള്ള ഫോൺസിനെയും കാട്ടും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ലൈറ്റിന് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് സ്പ്രെഡിങ് ഒന്നുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട്. എനിക്കിതിന്റെ ബ്ലാക്ക് കളറിനോട് വലിയ താല്പര്യമില്ല, കാരണം ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ബ്ലാക്ക് യൂണിറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതിന്റെ വൈറ്റ് ആണെങ്കിലും പിങ്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും മൂന്നും കിടിലം കളേഴ്സ് ആണ്. നല്ല കിടിലം ഐ കാച്ചി കളേഴ്സ് ആണ്. ആൻഡ് ബ്ലാക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലുള്ള ആ ഒരു പാറ്റേൺസ് ഒന്നും ബ്ലാക്കിൽ എടുത്ത് കാണാൻ പറ്റുന്നില്ല. അത് വളരെ വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ആൻഡ് ഇതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഡിവൈസ് നോക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഫോണിന്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇതിന്റെ ബാക്കിലും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. നോർമലി വരുന്ന മറ്റേ മെറ്റാലിക് ഒരു കോട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുള്ള ഫ്രെയിം ആണ്. ആൻഡ് ഇതിന്റെ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും ഒരു സൈഡിലാക്കിയിട്ട് ഇതിന്റെ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു AI ബട്ടൺ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഇംപ്ലിമെന്റേഷൻ ആണ്. ഇഷ്ടം പോലെ നത്തിങ് ഫോൺ അല്ലെങ്കിൽ CMFന്റെ ഫോൺ യൂസേഴ്സ് കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ്, ആവശ്യമില്ലെങ്കിലും ഈ ഒരു ബട്ടണിൽ കയറി പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു എസെൻഷ്യൽ സ്പേസ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഈ ഒരു സൈഡിലാക്കിയോണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂയെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഗുഡ് ജോബ് നത്തിങ്. പിന്നെ ഡിസ്പ്ലേ പാനൽ ക്വാളിറ്റി ഒക്കെ വളരെ നല്ലതാണ്. അവിടെയൊന്നും എനിക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ ബെസൽസ് അത്യാവശ്യം തിക്കാണ്. എന്നാൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ബെസൽസ് ആണെങ്കിലും തിക്നെസ് അത്യാവശ്യം ഉണ്ട്. എന്നാൽ പാനൽ ക്വാളിറ്റിക്ക് വലിയ കുഴപ്പമില്ല. ഒരു LTPS ഡിസ്പ്ലേ ആണ്, LTPO അല്ല. എന്നാൽ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിലും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഔട്ട്ഡോർ നല്ല രീതിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് കാണാനാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. നെറ്റ്ഫ്ലിക്സ് ബ്ലോഡ്വെയർ ആണ്, പക്ഷേ ഇൻസ്റ്റാഗ്രാം ബ്ലോഡ്വെയർ അല്ല എന്നാണ് നത്തിങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ ഞാൻ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്ത് നോക്കിയില്ല. എന്തായാലും HDR പെർഫോമൻസ് നെറ്റ്ഫ്ലിക്സിൽ അറിയാൻ പറ്റത്തില്ല. ബട്ട് യൂട്യൂബിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ബാക്കിൽ വരുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ 3.5x ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്യാമറ പെർഫോമൻസ് ഓവറോൾ നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പ്രൈമറി ക്യാമറയിലെ 4K 30fps വീഡിയോ ക്വാളിറ്റി ആണ്. പ്രൈമറി യൂസ് ചെയ്തും നമ്മുടെ 3.5x യൂസ് ചെയ്തും നമുക്ക് 4K ഫുട്ടേജ് എടുക്കാം. ബാക്കിയുള്ള ഒരു ക്യാമറ കൊണ്ടും 4K ഫുട്ടേജ് എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു പ്രോബ്ലം തന്നെയാണ്, ഒരു നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ കരുതിക്കോ. കാരണം ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പോലും നമുക്ക് ഇവിടെ 4K വീഡിയോ ഫ്രണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. 1080p ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ചിപ്സെറ്റ് കേപ്പബിൾ ആണ്, സെൻസർ കേപ്പബിൾ ആണ്, ബട്ട് ബ്രാൻഡ് കൊടുക്കുന്നില്ല. ഇത് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ ഇത് മോട്ടറോളയുടെ ഒരു ഡിവൈസ് ആണ്. ഇതിലൊരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് വരുന്നുണ്ട്. ആ ഒരു 8 മെഗാ പിക്സലിൽ നമുക്ക് 4K യൂസ് ചെയ്ത് അൾട്രാ വൈഡിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ മോട്ടറോള പോലത്തെ ഒരു ബ്രാൻഡിന് 8 മെഗാ പിക്സലിൽ ഇത് കൊടുക്കാമെങ്കിൽ ഈ ഒരു ഫോണിൽ എന്തായാലും നമുക്ക് ആ ഒരു ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 4K ഫുട്ടേജ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അത് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ ഒരു ഡിവൈസിൽ എങ്ങനെയാണ് മോട്ടറോള 4K ഫുട്ടേജ് കൊടുക്കുന്നതെന്നുള്ളതിന് റീസൺ ഇത് 8.3 അല്ലെങ്കിൽ 8.5 മെഗാ പിക്സലിന്റെ സെൻസർ ആണ്. ആൻഡ് ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോ കൊടുത്തേക്കാം. അത് ഫോൺ ക്യാമറാസിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്, ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് വരെയാണെങ്കിൽ ഫോട്ടോസ് വളരെ നാച്ചുറൽ കളേഴ്സ് ആണ്. സെൽഫി പെർഫോമൻസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കളർ സയൻസ് ആണ് നത്തിങ്ങിന് പൊതുവേ ഉള്ളത്. ഭയങ്കര ഓവർ സാച്ചുറേറ്റഡോ കോൺട്രാസ്റ്റ് ബൂസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും നത്തിങ്ങിന്റെ ഫോൺസിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ഫോണിലും അതേ ടൈപ്പ് പെർഫോമൻസ് തന്നെയാണ്, ടിപ്പിക്കൽ നത്തിങ് പെർഫോമൻസ്. ഇത് പലർക്കും ഇഷ്ടപ്പെടാം, പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, കാരണം ഭയങ്കര നാച്ചുറൽ ഫീൽ ഉള്ളതുകൊണ്ട്. എന്നാൽ ചിലർക്ക് വിവോ ഫോൺസിലൊക്കെ ഉള്ള പോലത്തെ ക്യാമറാസ് ആയിരിക്കും ഇഷ്ടമുള്ളത്. നിങ്ങളുടെ പ്രിഫറൻസ് ഈ ഫോട്ടോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് മാത്രം ചെക്ക് ചെയ്ത് മേടിക്കുക. പിന്നെ സ്നാപ്ഡ്രാഗൺ 7s Gen 4 ആണ്. 7 Gen 4 അല്ല, 7 Gen 4 ഇതിന്റെ പ്രോ വെർഷനിൽ മാത്രമേ വരുന്നുള്ളൂ. 7s Gen 4 ആണെങ്കിലും ഒരു നോർമൽ യൂസർ, ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു നോർമൽ കസ്റ്റമറിനാണല്ലോ. ഗെയിംസ് കളിക്കാത്ത അല്ലെങ്കിൽ ഒരു ബേസിക് യൂസിന് മേടിക്കുന്ന അങ്ങനത്തെ ഒരു കസ്റ്റമറിന് ചിപ്സെറ്റ് മോർ ദാൻ ഇനഫ് ആണ്. ലാഗോ ഗ്ലിച്ചോ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ നത്തിങ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. നത്തിങ് OS 4.1 ആണ് വരുന്നത്. ആ ഒരു ചിപ്സെറ്റിന്റെയും സോഫ്റ്റ്വെയറിന്റെയും കോമ്പിനേഷൻ അത്യാവശ്യം നല്ലതാണ്. BGMI ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 120 FPS കാണിക്കുന്നുണ്ട് സെറ്റിംഗ്സിൽ. ബട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യത്തില്ല. ഈ
ഒരു ചിപ്സെറ്റിൽ 120 FPS ഗെയിമിംഗ് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഗെയിമിംഗ് ആണെങ്കിൽ വേറെയും OnePlusന്റെ ഒക്കെ ഓപ്ഷൻസ് നോക്കുക, അല്ലെങ്കിൽ IQ ഫോൺസോ OnePlusോ അങ്ങനത്തെ ബ്രാൻഡ്സ് ഒക്കെ നോക്കുക. ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല. പക്ഷേ ഇത് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഫോൺ നോക്കുന്നവർക്കാണ്. സോ ആ ഒരു ബാലൻസ്ഡ് ഫോൺ നോക്കുന്നവർക്ക് ഇത് വളരെയധികം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിൽ പറഞ്ഞ അടുത്ത ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ടിപ്പിക്കൽ നത്തിങ് ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസെൻഷ്യൽ സ്പേസിന്റെ ബട്ടൺ വരുന്നുണ്ട്. എസെൻഷ്യൽ സ്പേസ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് മറ്റേ എസെൻഷ്യൽ സെർച്ച് എന്നും പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു സെർച്ച് ഐക്കൺ അല്ലെങ്കിൽ ഇതിന്റെ ആപ്പ് ഡ്രോയറിനകത്ത് കയറിയിട്ടുള്ള സെർച്ചിനകത്ത് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും പിക്ക് ചെയ്ത് തരും. ഇതൊന്നും ഭയങ്കര കിടിലം AI ഫീച്ചർ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഡീസന്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററി MAH നോക്കുകയാണെങ്കിൽ 5400 mAhന്റെ ബാറ്ററിയാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ആണ്, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ചൈനീസ് ബ്രാൻഡ്സിന്റെ ഒക്കെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 6000, 7000, 10000 mAh ഒക്കെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മേടിക്കാൻ കിട്ടും. പക്ഷെ ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ അത്യാവശ്യം നല്ലതായതുകൊണ്ടായിരിക്കാം ഇതിന്റെ ബാറ്ററി അത്ര മോശമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ആ ഒരു 10000 mAh 6000 mAh കൊടുക്കുന്നതിന്റെ ആ ഒരു അതിനെക്കാട്ടൊക്കെ ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത്ര സൂപ്പർ ബാറ്ററി ഒന്നും അല്ല. പിന്നെ ചാർജറും സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇതിന്റെ കൂടെ ചാർജർ വരുന്നില്ല. പിന്നെ 50 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു നോർമൽ 65 വാട്ട്സിന്റെ PD ചാർജർ ഉണ്ടായിരുന്നു. ഇത് മേടിക്കുന്നവർ സൂക്ഷിക്കുക. ഈ ഒരു ഫോണിൽ നോർമലി കണ്ട ചാർജർ ഒന്നും മേടിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. PPS പ്രോട്ടോകോൾ ഉള്ള ഫാസ്റ്റ് ചാർജർ തന്നെ മേടിക്കുക. സ്പെഷ്യലി സാംസങ്ങിന്റെ ചാർജറോ CMFന്റെ ചാർജറോ അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോകോൾ ഉണ്ടെന്ന് പറയുന്ന നല്ല ബ്രാൻഡഡ് ചാർജർ തന്നെ മേടിച്ചാൽ മാത്രമേ ഇത് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് റാം ഷോർട്ടേജ് ഉണ്ട്, ചിപ്സെറ്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. സോ ആ ഒരു ടൈമിൽ ഇതിന്റെ പ്രൈസിങ് കേൾക്കുമ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ ഇനി ഇറങ്ങാൻ പോകുന്ന ഫോൺസിനൊക്കെ ഈ ഒരു റേഞ്ചിൽ പ്രൈസ് എക്സ്പെക്ട് ചെയ്താൽ മതി. നത്തിങ് ഒരു പ്രീമിയം ലെവലിലാണ് അവരുടെ പ്രൈസിങ് കൊടുക്കുന്നതെങ്കിലും ഇത് ലൈക്ക് ഈ ഒരു ചിപ്സെറ്റിനൊക്കെ ഷോർട്ടേജ് കാരണം അത്യാവശ്യം പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു റെക്കമെൻഡഡ് വേരിയന്റ് അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേരിയന്റ് എന്ന് പറയുന്നത് 8GB 256 ആണ്. 128GB അവൈലബിൾ ആണ്. സ്കിപ്പ് ചെയ്യുക, മേടിക്കില്ലേ. 256 തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത്രയും പ്രൈസ് കൊടുത്ത ഒരു ഫോൺ മേടിക്കുമ്പോൾ 256 മിനിമം വേണം. എന്റെ റെക്കമെൻഡേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 35,000 റുപ്പീസ് ആണ്. പിന്നെ ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ ABC മൊബൈലിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവരാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് സെറ്റ് ചെയ്ത് തന്നത്. സോ അവരെ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് വരെ കാർഡ് ഓഫർ, ക്രെഡിറ്റ് കാർഡ് ഓഫർ കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ ബാങ്കിലാണ്, അത് ഇപ്പോഴും ഓഫേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ആ ഒരു പ്രൈസിന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റീവ് പ്രൈസ് ആയിട്ടുള്ള ഒരു 31,000 അല്ലെങ്കിൽ ഒരു 32,000 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഒരു നല്ല ഡീലാണ്. ഇതിനെപ്പറ്റി ഒരുപാട് കുറ്റം പറയാനോ അല്ലെങ്കിൽ നല്ലത് പറയാനോ ഒന്നുമില്ല. ഇതൊരു ബാലൻസ്ഡ് ഫോൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് പെർഫോമൻസിന് വേണ്ടിയാണോ അല്ല, ബെസ്റ്റ് ക്യാമറ ആണോ അല്ല, ബെസ്റ്റ് ബാറ്ററി ലൈഫ് ആണോ അല്ല, പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നത്തിങ്ങിന്റെ ഫോൺ വേണം, ആ ഒരു ക്ലീൻ എക്സ്പീരിയൻസ് വേണം എന്ന് നോക്കുന്നവർക്കും ഈ ഒരു ഡിവൈസ് നോക്കാവുന്നതാണ്. ആ ഒരു രീതിയിലുള്ള കസ്റ്റമറിനാണ് ഞാൻ ഈ ഒരു ഫോൺ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും ഉള്ള ഫോൺ അല്ല, അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോസ് ആൻഡ് കോൺസ് വെച്ച് നോക്കുക, അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ ഡിവൈസ് ആണോ എന്ന്, എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ഡിസിഷൻ എടുക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പോൾ സ്റ്റുഡിയോ ലൈറ്റ് ഒക്കെ ഓൺ ആണ്. ആൻഡ് ഇതിന്റെ വീഡിയോ ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.